അഞ്ചാം ദിവസം പരസ്നേഹവും അസൂയയും. ദൈവാനുഭവത്തിന്റെ പാതയിൽ ഒരുവനിൽ ഏറ്റവും മറഞ്ഞിരിക്കുന്ന ഒരു പാപമാണ് അസൂയ. മറ്റൊരാൾക്ക് ലഭിക്കുന്ന കൃപയെയും കഴിവിനെയും പ്രശംസയെയും കണ്ട് ഒരുവന്റെ ഹൃദയം വിഷമിക്കുന്നതാണ് അസൂയ. കാരണം ഇത് നമ്മെ ദൈവത്തെക്കാൾ മനുഷ്യരുടെ നേർക്ക് നോക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു: സ്നേഹമില്ലാത്തിടത്ത് സ്നേഹം നൽകുക. നമ്മിൽ അസൂയ ഉയരുമ്പോൾ ആ സ്ഥാനത്ത് നാം സ്നേഹം കൊണ്ട് പൊതിയണം. മറ്റൊരാളുടെ കൃപയിൽ, നന്മയിൽ ഞാൻ ആനന്ദിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മഹത്തായ കഴിവിനെ ഞാൻ ആഘോഷിക്കുകയാണ് എന്ന് തന്നെയാണ്. വിശുദ്ധൻ വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു: അസൂയയുള്ള ഹൃദയം ദൈവത്തെ യഥാർത്ഥത്തിൽ കാണുന്നില്ല. അസൂയയ്ക്ക് മറ്റൊരു മരുന്ന് കൂടി വിശുദ്ധൻ പറഞ്ഞു തരുന്നുണ്ട്. അത് അവരുടെ നന്മയ്ക്കായി രഹസ്യമായി പ്രാർത്ഥിക്കൂ എന്നതാണ്. മറ്റുള്ളവരിൽ നന്മ കാണുമ്പോൾ അത് കൂടുതലായി വളരട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മിൽ നിന്നും അസൂയ തനിയെ അകലുവാൻ തുടങ്ങുന്നു. ഇന്ന് ഈ 5-ാം ദിവസം നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം: കർത്താവായ യേശുവേ, എൻ്റെ ഹൃദയത്തിൽ ഉണരുന്ന അസൂയയുടെ നിഴലുകളെ നീ നീക്കി കളയണമേ. മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുന്ന വിപുലമായ ഒരു ഹൃദയം എന്നിൽ നിർമ്മിക്കണമേ. എൻ്റെ ഹൃദയം താരതമ്യത്തിൽ നിന്നും മോചിതമാകട്ടെ. നിന്റെ സ്നേഹം നിറഞ്ഞ ഹൃദയം എനിക്ക് നൽകണമേ.